DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PM കിസാൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന കർഷകർ നിർബന്ധമായും ചെയ്യേണ്ട അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രേഷനെക്കുറിച്ചും അതിൻ്റെ സ്റ്റാറ്റസ് എങ്ങനെ പരിശോധിക്കാമെന്നതിനെക്കുറിച്ചും ഇവയുമായി ബന്ധപ്പെട്ടിപ്പോൾ വന്നിരിക്കുന്ന പുതിയ അറിയിപ്പുകളുമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. PM കിസാൻ ആനുകൂല്യങ്ങൾ തുടർന്നും ലഭിക്കുന്നതിനായി കർഷകർ അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഒരു കർഷക രജിസ്ട്രേഷൻ ID കൈപ്പറ്റേണ്ടത് അനിവാര്യമാണെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രേഷൻ എടുക്കാത്തവർക്ക് ഇനി മുതൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കില്ല. ഇപ്പോഴും പല കർഷകരും രജിസ്റ്റർ ചെയ്തിട്ടില്ല. കിസാൻ നിധിയുടെ 2000 രൂപയുടെ ഗഡുക്കൾ മാത്രമല്ല, വളം വിൽക്കുന്ന കടകളിൽ നിന്ന് 1 കിലോ യൂറിയ വാങ്ങണമെങ്കിൽ പോലും അഗ്രിസ്റ്റാക്ക് തിരിച്ചറിയൽ കാർഡ് വേണ്ടിവരും. കൃഷിഭവനുകൾ വഴിയായിരുന്നു തുടക്കത്തിൽ അഗ്രിസ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. എന്നാൽ പിന്നീട് സ്വന്തമായോ അക്ഷയ കേന്ദ്രം, കോമൺ സർവീസ് സെന്റർ എന്നിവ വഴിയോ ചെയ്യാൻ അവസരം നൽകി. സംസ്ഥാനത്ത് ഇതുവരെ 22,51,606 പേരാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത്. ഇതിൽ 12,44,811 പേർക്കാണ് അംഗീകാരം ലഭിച്ചത്. സ്വന്തമായി ഭൂമിയുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 11 അക്ക കർഷക ID ലഭിക്കും. ഇത് ലഭിച്ചാലേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കാർഷിക ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കൂ. കൃഷിക്കാരെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ ID നമ്പറിൽ ഉണ്ടാകും. ഡിജിറ്റൽ ക്രോപ്പ് സർവേ വിവരങ്ങളും റവന്യൂ വകുപ്പിലെ ഭൂരേഖ വിവരങ്ങളും ഒത്തുനോക്കിയാണ് കർഷകരുടെ വിവരം രജിസ്റ്ററിൽ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ വില്ലേജ് ഓഫീസുകളിൽ നിന്നുള്ള പരിശോധന പൂർത്തിയായാലേ അംഗീകാരമാകൂ. വില്ലേജ് ഓഫീസുകളിലെ കണക്കുകളും കർഷകർ നൽകിയ ഭൂമിയുടെ കണക്കുകളും വ്യത്യസ്തമാണെങ്കിൽ തിരിച്ചറിയൽ കാർഡ് ലഭിക്കില്ല. നിലവിൽ 1,22,115 പേരുടെ രജിസ്ട്രേഷൻ വില്ലേജ് ഓഫീസുകളിൽ അംഗീകാരത്തിനായി കാത്തിരിപ്പുണ്ട്. ഭൂമിയുടെ അളവ്, കൃഷി, വിളവ്, വളം, കീടനാശിനി, വിപണിയിൽ ലഭിക്കുന്ന വില, നിലവിൽ ലഭിക്കുന്ന സർക്കാർ PM കിസാൻ ഗുണഭോക്തൃ സഹായങ്ങൾ എന്നിവയെല്ലാം രജിസ്ട്രിയിൽ ഉണ്ടാകും. തിരിച്ചറിയൽ കാർഡ് ഉള്ളവർക്ക് മാത്രമായിരിക്കും കിസാൻ നിധിയുടെ 6,000 രൂപ വാർഷിക സഹായം ഇനി മുതൽ ലഭിക്കുക. അഗ്രിസ്റ്റാക്ക് രജിസ്ട്രിയിൽ പേര് ചേർക്കുവാനും സ്റ്റാറ്റസ് പരിശോധിക്കുവാനുമായി ശരിയായ വെബ്സൈറ്റ് തന്നെ ഉപയോഗിക്കുക. ഇത് കേന്ദ്രീകൃതമായ ഒരു സംവിധാനമാണെങ്കിലും ഓരോ സംസ്ഥാനത്തിനും പ്രത്യേകം വെബ്സൈറ്റുകളാണ് നൽകിയിരിക്കുന്നതെന്ന കാര്യം ശ്രദ്ധിക്കണം. ഗൂഗിളിൽ അഗ്രിസ്റ്റാക്ക് രജിസ്ട്രി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ മാത്രമല്ല, ചിലപ്പോൾ തമിഴ്നാട്, മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളുടെ വെബ്സൈറ്റും കിട്ടിയേക്കാം. കേരളത്തിലുള്ള കർഷകർ പരിശോധിക്കേണ്ടത് klfr.desc.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റാണ്. ഗൂഗിളിൽ തിരയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുടെ സൈറ്റുകൾ വരാൻ സാധ്യതയുള്ളതിനാൽ തെറ്റായ സൈറ്റുകളിൽ കയറി വിവരങ്ങൾ തിരയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കർഷകർക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചും ഇത് പരിശോധിക്കാവുന്നതാണ്. സ്റ്റാറ്റസ് പരിശോധിക്കുന്ന വിധം ഇങ്ങനെയാണ്. വെബ്സൈറ്റിൽ പ്രവേശിച്ച ശേഷം മുകളിലുള്ള ചെക്ക് എൻറോൾമെന്റ് സ്റ്റാറ്റസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആധാർ നമ്പർ, എൻറോൾമെന്റ് ID അല്ലെങ്കിൽ ഫാർമർ ID എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് നൽകി സ്റ്റാറ്റസ് പരിശോധിക്കാം. ഇതിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗം ആധാർ നമ്പർ നൽകുന്നതാണ്. ആധാർ നമ്പർ നൽകി ചെക്ക് എന്ന ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ താഴെയായി ഫലം കാണാൻ സാധിക്കും. നിങ്ങളുടെ സ്റ്റാറ്റസ് കൃത്യമാണെങ്കിൽ കർഷകന്റെ പേര്, എൻറോൾമെന്റ് തീയതി, 11 അക്കങ്ങളുള്ള ഫാർമർ ID എന്നിവ കാണാം. കൂടാതെ ഫാർമർ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് എന്നതിന് നേരെ രജിസ്ട്രേഡ് ആക്റ്റീവ് എന്നും അപ്രൂവൽ സ്റ്റാറ്റസ് എന്നതിന് നേരെ അപ്രൂവഡ് എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയായെന്നും ഇനി പുതുതായി ഒന്നും ചെയ്യേണ്ടതില്ലെന്നും മനസ്സിലാക്കാം. ആരുടെയെങ്കിലും സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ റിജക്റ്റഡ് എന്ന് കാണിക്കുകയോ അല്ലെങ്കിൽ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്തവരോ ആണെങ്കിൽ അത് പരിഹരിക്കുന്നതിനായി ഓൺലൈൻ സേവാ കേന്ദ്രങ്ങളുമായോ കൃഷിഭവനുമായോ ബന്ധപ്പെടേണ്ടതാണ്. കർഷക രജിസ്ട്രേഷൻ ID കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള സംവിധാനം നിലവിൽ വെബ്സൈറ്റിൽ വന്നിട്ടില്ല. അത് ലഭ്യമാകുന്ന മുറയ്ക്ക് പുതിയ വീഡിയോയിലൂടെ അറിയിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.